റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആരാണ്, എങ്ങനെ ഇവരെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇത് വളരെ എന്താ പറയുക, ഒരു ചാമിങ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. വളരെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരാളായിരിക്കാം. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള, അതായത് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ഒരാൾ. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കാം. കുറച്ച് കവിതകളൊക്കെ എഴുതിയോ സാഹിത്യ അഭിരുചി ഉള്ള ആളുകളോ അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ളവരോ അങ്ങനത്തെയൊക്കെ ഒരു ആളാണ് ഇതാണെന്ന് കാണിക്കുന്നുണ്ട്. അവർ വളരെ കൈൻഡായിട്ട് നിങ്ങളുടെ മുന്നിൽ പെരുമാറുന്നുണ്ടായിരിക്കും. കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ആളുകളുടെ നൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരേ രീതിയിലുള്ള പെരുമാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ ഷിഫ്റ്റ് ചെയ്യും, അവർ മൂവ് ചെയ്യും. ഈ വ്യക്തി സ്റ്റേബിൾ അല്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളോട് ചെറിയ രീതിയിലുള്ള ശത്രുത സൂക്ഷിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അവരുടെ ഔട്ടർ ഫേസ്, അവർ പുറത്ത് എങ്ങനെയാണ് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്? 3 ഓഫ് സോർഡ്സ് ആണ്. അതായത് അവരൊരു വിക്റ്റിമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും കാരണമോ അവർക്ക് വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഹേർട്ടായിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു മാസ്ക്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്, വിഷമിച്ചിട്ടുള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള ഒരു മാസ്ക് മറ്റുള്ളവരുടെ മുന്നിൽ അണിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊരു ഭയങ്കര സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളൊരു മൂവാണ് എന്നുള്ളതാണ്. അവരവരുടെ പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്? പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരു കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ചെറിയൊരു കഥയിലാഴികയുണ്ട് ഇയാൾക്ക് എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. പൂർണ്ണമായിട്ടും അവർ നിങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ക്യൂരിയസ് ആണ്. അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ വേഷവിധാനത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലോ അവർക്ക് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് അത് കണ്ടുപിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വതക്കുറവ് അല്ലെങ്കിൽ പ്രായം കുറച്ച് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു പക്വതക്കുറവുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റോള്, ഇത് പേഴ്സണൽ ലൈഫിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും ആ റോള് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ നന്നായി ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങളില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. കിങ് ഓഫ് കപ്സ്. ഇത് ആക്ച്വലി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവർക്ക് നിങ്ങളോട് ഇക്കാര്യത്തിൽ ചെറിയ അസൂയ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ ഇവർ കുറച്ച് ഇമോഷണലി കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവരെക്കാളും കുറച്ചുകൂടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇമോഷണലി നിങ്ങൾക്ക് ഉള്ളത്. ഇവർ ചില സമയത്ത് ഇമോഷണലി പെട്ടെന്ന് കുറച്ച് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷൻസ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു സ്വഭാവം ഒരു പക്ഷേ ഇവർക്കുണ്ടായിരിക്കാം. കാരണം ഒരു നൈറ്റാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇമോഷണലി അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാറില്ല. വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും പിടിച്ചു നിൽക്കാറുണ്ട്. അതിലിവർക്ക് നിങ്ങളോട് അസൂയയുണ്ട്. അത് മറ്റുള്ളവരോട് ഇവർ പറയുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് അസൂയയോടെ അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാണ് കാണുന്നത്. ഇനി അവരുടെ അടുത്ത പദ്ധതി എന്താണെന്ന് നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുമായി എന്തോ ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് അതാണ് പറയുന്നത്. ഈ നമ്മുടെ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അറിയാലോ. നിങ്ങളുമായിട്ട് എന്തോ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. അതൊരു ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കാം. കാരണം അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ അവരൊരു ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്റ്റ് ആവാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിങ് ഓഫ് വാൻസ് ആണ്. ഇത് ആക്ച്വലി പോസിറ്റീവ് എനർജിയാണ്. അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം മറ്റെന്തൊക്കെയോ ആണ്. പക്ഷേ നിങ്ങൾക്കത് ആക്ച്വലി ഗുണമായിട്ടാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഡോമിനൻ്റ് ആകും, കുറച്ചുകൂടി വിസിബിൾ ആകും. നിങ്ങളുടെ എനർജി കുറച്ച് കൂടും. കാരണം നിങ്ങൾ ഈ എക്സ്ചേഞ്ചിന് ശേഷം നിങ്ങൾക്കാണ് അവിടെ കൂടുതൽ പവർ കിട്ടുക എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്തില്ല. അതായത് എന്തിനാണ് ഇവർ ഈ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കതിൻ്റെ ഒരു കാർഡ് എടുത്ത് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, അവർക്ക് നിങ്ങളെക്കുറിച്ച് ചില പോസിറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് അവർക്ക് പഠിച്ചെടുക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടൊരു എക്സ്ചേഞ്ച്. ചിലപ്പോൾ അതൊരു വെറും ഒരു കോൺവെർസേഷൻ മാത്രമായിരിക്കാം. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ സ്കില്ല് അതുവഴി ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് അവരുടെ ലക്ഷ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ
കൗണ്ടർ ആക്ഷൻ എന്താണ് നിങ്ങൾ തിരിച്ച് ഈ സമയത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ മാത്രമുള്ള വെറുത്തുള്ള ആളാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഹെൽപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഹെൽപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ തന്നെയാണ് എങ്കിൽ തന്നെയും അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഡബിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ അന്ധമായിട്ട് അവർക്ക് ആ ഒരു എക്സ്ചേഞ്ചിനുള്ള ഒരു സാഹചര്യം നൽകേണ്ടതില്ല. നിങ്ങൾ ഒരു മായാവലയത്തിൽ പെട്ടുപോകാതെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്തായിരിക്കുമെന്ന് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു ഷോർട്ട് ടേം ഗെയിം അല്ല, ലോങ് ടേം ആണ്. നിങ്ങൾക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവരുടെ തനി നിറം പുറത്ത് വരാനായിട്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ മൊത്തത്തിലുള്ള ഒരു എനർജി നോക്കുമ്പോൾ ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അല്ല. ഇങ്ങനെ ഒരാൾ ലൈഫിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. ഇപ്പോൾ വലിയ ആക്ഷനൊന്നും അത്യാവശ്യപ്പെട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്